സംഘടന അമ്മ വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുന്നു. 5 ദിവസത്തിന് ശേഷം ഇപ്പോഴാണോ വരുന്നത്? ഇന്നലെ വണ്ടി പഞ്ചറായിട്ട് വഴി കിടന്നു. ഇന്ന് ഞങ്ങളൊരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തുപോയത്. ഏതായാലും നിങ്ങൾ അരമണിക്കൂർ മുമ്പേ പുറപ്പെട്ടല്ലോ, വേണമെങ്കിൽ 1 മണിക്കൂർ മുമ്പേ പുറപ്പെടാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ജോർജ്, നീ ടെൻഷൻ അടിക്കല്ലേ? വേണ്ട, ഞാൻ ഇവിടുന്ന് കുഴിക്കി അടിക്കാം. പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു ധൈര്യം. അതെന്തിനാ ധൈര്യം? അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുള്ളൂ. ഒരിക്കലും ധൈര്യം, കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. 15 10 അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. ഒന്നും അറിയാത്ത ഇള്ളിള്ള കുഞ്ഞ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കണ്ടെന്ന് ഒരു ഗ്രൂപ്പ് ഇരുന്ന് തീരുമാനിച്ചില്ല, എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും? മോഹൻലാലിനെ വെച്ചാൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കാലോ ഇന്നാളെ വേണ്ട, അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല. ഇല്ല. പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. ഫുൾ സപ്പോർട്ട്. സംശയമൊന്നുമില്ലല്ലോ അല്ലേ?